കണ്ടില്ലേ. അതൊന്നും ഇവിടെ അല്ലേ, നമുക്ക് വേറെ നോക്കാതെ അതേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ഷെയ്ഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണ് എന്നാ പറഞ്ഞത്. ഈ ആലു ഷെയ്ഖ് ഈ ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം ഈ ആയത്ത് മുസ്ലിം ജിന്നിനോടല്ല, മുസ്ലിം ജിന്നിനെയല്ല സലഫിയത്തിന്റെ മുന്നിൽ ചെന്ന് പതറുന്ന സബബിയത്ത് വാദമേയുള്ളൂ. ഇസ്തിംതാഇല് ഇസ്തിആനത്ത് പെടും. ശിർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാആണ്. അതേപോലെ തന്നെ ഹറാമാണ്. പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെടും. ഇസ്തിംതാഇന്റെ വൈവിധ്യങ്ങളെപ്പറ്റി നമുക്കിടയിൽ തർക്കമുണ്ടായിട്ടില്ല. നേരെ മറിച്ച് അത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല. പണ്ടൊരു മൗലിയാര് മിമ്പറിന്റെ മോളിന്ന് വുളു മുറിഞ്ഞു ഉറക്കെ, അപ്പൊ മൂപ്പര് ഇപ്പൊ ആരെ ഉദവ് മുറിഞ്ഞ സലഫി ഒന്നാകെ മുറിഞ്ഞു. ഉദവ് മാത്രമല്ല, കുളിയും മുറിഞ്ഞു. ഇവിടെ എല്ലാം മുറിഞ്ഞു. കാരണം എന്താ? ഇപ്പൊ മൂപ്പര് വായിച്ചെന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇതേ ആവശ്യം അൽഹംദുലില്ലാ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. അതാണ് ആലു ഷെയ്ഖ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞപ്പോ ദുർവ്യാഖ്യാനം. മൂപ്പർ പറഞ്ഞപ്പോഴോ ആലു ഷെയ്ഖ് പറഞ്ഞപ്പോ എവിടുന്ന ഞങ്ങൾ പുറത്താക്കാന്ന്? കേരള മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കുക? മെമ്പർഷിപ്പിന് പുറത്താക്കുമെന്നല്ല ചോദിച്ചത്. അടുത്ത സമ്മേളനത്തിന് വിളിക്കണ്ട, നിങ്ങൾ ഓർഡർ ഇടി. ആലു ഷെയ്ഖ് സലഫില്ല എന്ന് പറയും, ആലു ഷെയ്ഖ് ജിന്നൂരിയ എന്ന് പറയും. സാലിസ് പറഞ്ഞപ്പോലെ പറയാൻ ധൈര്യം കാണിക്ക്. എന്താ ആലു ഷെയ്ഖ് തോട്ട് കയറി എന്ന് സാലിസ് പറഞ്ഞു. കാരണം ഓൻ അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അത് നിങ്ങൾ പറയും.